നല്ല എരിവോട് കൂടിയിട്ടുള്ള ചിക്കൻ മക്രോണിയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് ആവശ്യമായിട്ടുള്ള 2 കപ്പ് മക്രോണിയാണ് നമ്മൾ ഇതിലെടുത്തിരിക്കുന്നത്. മക്രോണി ആദ്യം തന്നെ വേവിക്കുമ്പോൾ ഒരാവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിക്കാം. ഓയിൽ നമ്മൾ ഒഴിക്കുന്നത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, ഇനി അതിലേക്ക് ആവശ്യമുള്ള സവാള, പച്ചമുളക്, സ്പ്രിംഗ് ഒനിയൻ, ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ചിക്കനും, പിന്നെ ആവശ്യത്തിന് ചില്ലി ഫ്ലെക്സ്. ഓക്കെ, ഒരു പാന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമുക്ക് എന്താക്കാം, അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റണം. കാരണം ഇതിൻ്റെ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി നല്ല വൈറ്റ് കളറിൽ കിട്ടണം. അപ്പോൾ ഒരു 8 മിനിറ്റ് നമുക്കത് എന്തായാലും വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് അതിലിട്ടതിന് ശേഷം നമുക്കത് വേവിക്കാൻ വെക്കാം. നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം വഴറ്റി നമുക്ക് ആവശ്യത്തിൽ പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്യാം. പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ നോക്കാം. ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ്, ഒരു 2 സ്പൂണ് ചില്ലി ഫ്ലെക്സ് മതി. ഓക്കെ, അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി കുറച്ച് നമുക്കതിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് വളരെ എളുപ്പത്തിൽ കേട്ടോ, നല്ല ഈസിയാണ്. ഈ ഒരു മക്രോണീൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മക്രോണി. നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾ കഴിക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് എരിവൊക്കെ കുറയ്ക്കാം. പച്ചമുളകൊക്കെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണിയാണ്. എല്ലാവരും ട്രൈ ചെയ്യാം.